സംസ്ഥാനത്ത് അതിശക്തമായ മഴ തുടരും. എറണാകുളം മുതൽ വയനാട് വരെയുള്ള 7 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ്. മറ്റ് ജില്ലകളിലും യെല്ലോ മുന്നറിയിപ്പ് നിലനിൽക്കുന്നു. തെക്കൻ കേരളത്തിന് മുകളിലായി നിലനിൽക്കുന്ന ചക്രവാത ചുഴിയുടെ സ്വാധീന ഫലമായാണ് അതിതീവ്ര മഴ തുടരുന്നത്. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് കെ ബി ശ്യാമപ്രസാദും കൊച്ചിയിൽ നിന്ന് രജിത്തും കോഴിക്കോട് നിന്ന് ലക്ഷ്മിപ്രിയയും ചേരുന്നുണ്ട്. ആദ്യം രജിത്തിലേക്കാണ്. രാത്രി പെയ്ത മഴയിൽ കൊച്ചിയിൽ പലയിടത്തും വെള്ളക്കെട്ടാണ്. രജിത്ത് സൂചിപ്പിച്ച പോലെ തന്നെ സംസ്ഥാനത്ത് മഴ തുടരുന്നു. ഇന്നലെ രാത്രിയിൽ കനത്ത മഴയാണ് കൊച്ചിയിൽ പെയ്തത്. എറണാകുളം ജില്ലയിൽ പലയിടങ്ങളിലും വെള്ളക്കെട്ട് രൂക്ഷമാണ്. ഏതൊക്കെ മേഖലകളിലാണ് വെള്ളക്കെട്ട് രൂക്ഷമായി ജനജീവിതത്തെ ബാധിച്ചിട്ടുള്ളത്? എങ്ങനെയൊക്കെയാണ് ഇപ്പോൾ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്? ശക്തമായ മഴ എറണാകുളം ജില്ലയിൽ തുടരുന്നു എന്ന് തന്നെയാണ് പറയേണ്ടത്. ഇന്നലെ വൈകിട്ട് 4 മണിയോട് കൂടി ആരംഭിച്ച മഴയാണ് ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നത്. ഏകദേശം 14 മണിക്കൂറോളം പിന്നിട്ടിരിക്കുന്നു എന്ന് തന്നെ പറയാം. ഇപ്പോഴും മഴ ശക്തമായി തന്നെ തുടരുന്നു. ഇടയ്ക്ക് മഴ ഇടവിടുന്നുണ്ടെങ്കിലും തുടർ മഴയായി പെയ്യുന്ന ഒരു സാഹചര്യമാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കേരളത്തിന് മുകളിലും ഉണ്ടായിട്ടുള്ള ചക്രവാത ചുഴിയും അതുപോലെ തന്നെ ബംഗാൾ ഉൾക്കടലിൽ ഉണ്ടായിട്ടുള്ള ന്യൂനമർദ്ദവുമാണ് ശക്തമായ മഴയ്ക്ക് കാരണമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിരിക്കുന്നത്. ഇപ്പോഴുള്ള കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ പ്രഖ്യാപന പ്രകാരം ഒരുപക്ഷെ ഇന്നുകൂടി ശക്തമായ മഴ തുടരാനുള്ള സാഹചര്യം തന്നെയാണ്. ആ സാഹചര്യം കണക്കിലെടുത്തുകൊണ്ട് എറണാകുളം മുതൽ വയനാട് വരെയുള്ള ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. മറ്റ് ജില്ലകളിലൊക്കെയും തന്നെ യെല്ലോ അലർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. എറണാകുളം ജില്ലയിൽ ഇന്നലെ രാത്രി മുതൽ തന്നെ വെള്ളക്കെട്ട് അതിശക്തമായി രൂപപ്പെട്ടിട്ടുണ്ട് എന്ന് അത് ജനങ്ങളെ ഏറെ ബുദ്ധിമുട്ടിലേക്കും ആഴ്ത്തിയിട്ടുണ്ട്. റോഡുകളിലൊക്കെയും റോഡ് ബ്ലോക്ക് ആവുന്ന ഒരു സാഹചര്യമാണ് എറണാകുളം ജില്ലയിൽ നിലവിലുള്ളത്. നമുക്കറിയാവുന്ന പോലെ തന്നെ എറണാകുളം ജില്ലയിൽ നേരത്തെയും വെള്ളക്കെട്ടിന് കൊണ്ടുള്ള പ്രശ്നങ്ങൾ മാറ്റുന്നതിന് വേണ്ടി ബ്രേക്ക് ത്രൂ പദ്ധതി ആവിർഭാവം ചെയ്തിരുന്നുവെങ്കിൽ തന്നെയും അത്തരം പദ്ധതികൾ ഒന്നും തന്നെ ഇവിടെ ഏശാത്ത ഒരു സാഹചര്യമാണ് ഉള്ളത്. മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങളൊക്കെയും എറണാകുളം ജില്ലയിൽ ആരംഭിച്ചിരുന്നു എന്ന് പറയുന്നുണ്ടെങ്കിൽ തന്നെയും എങ്ങും എത്താത്ത ഒരു സാഹചര്യം. പെട്ടെന്ന് തന്നെ ഉണ്ടായ വേനൽ മഴയിൽ പോലും അടുത്ത് തന്നെ ഉണ്ടായ അല്ലെങ്കിൽ ന്യൂനമർദ്ദം മൂലമുണ്ടായ വേനൽ മഴയിൽ പോലും നഗരം വെള്ളത്തിനടിയിലാകുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. മഴ ഇപ്പോഴും തുടരുകയാണ്. ഇന്നലെ രാത്രി ഉണ്ടായ അതേ ബുദ്ധിമുട്ട് ഇപ്പോഴും കൂടുതലായി തന്നെ തുടരുന്നു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. പല സ്ഥലങ്ങളിലും ഇന്നലെ രാത്രിയിൽ ഉണ്ടായിരുന്നതിനേക്കാൾ കൂടുതൽ വെള്ളക്കെട്ട് ഉണ്ടാകുന്നു. ഗതാഗത തടസ്സമടക്കം ഉണ്ടാകുന്ന ഒരു സാഹചര്യമുണ്ട്. ഇടപ്പള്ളിയിലും അതുപോലെ തന്നെ വൈറ്റിലയിലും കുണ്ടന്നൂർ മേഖലകളിലൊക്കെയാണ് ഇപ്പോൾ വെള്ളക്കെട്ട് രൂപപ്പെട്ടിരിക്കുന്നത്. സ്മാർട്ട് സിറ്റി മേഖലകളിലടക്കം ഓഫീസുകളിലടക്കം വെള്ളം കയറുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. ആ വെള്ളം കയറിയ അവ ഒഴുക്കിക്കളയുന്നതിനുള്ള ഒരു സാഹചര്യം അവിടെ ഇല്ലാത്തതിനാൽ തന്നെ ഇപ്പോഴും പല ഓഫീസുകളിലും വെള്ളം കയറി നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. അങ്ങോട്ടേക്ക് വാഹനങ്ങളടക്കം പോകാൻ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ട്. പല സ്ഥലങ്ങളിലേക്കും വാഹനങ്ങളിൽ എത്തിച്ചേരുന്നതിനുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ട്. താഴ്ന്ന പ്രദേശങ്ങളൊക്കെയും തന്നെ വെള്ളത്തിനടിയിലേക്ക് ആയിരിക്കുന്ന ഒരു സാഹചര്യമാണ് എറണാകുളം ജില്ലയിൽ തുടരുന്നത്. ശക്തമായ മഴ തുടരുക തന്നെ ചെയ്യും എന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിരിക്കുന്നത്. എന്നാൽ ഇതുവരെയും മറ്റ് ക്യാമ്പുകളൊന്നും തന്നെ തുറന്നിട്ടില്ല എന്ന വിവരമാണ് നമുക്കുള്ളത്. എങ്കിൽ തന്നെയും ഇനി ഒരു പക്ഷേ മഴ ഈ രീതിയിൽ തന്നെ തുടരുകയാണെങ്കിൽ താഴ്ന്ന പ്രദേശങ്ങളിലൊക്കെയും കൂടുതൽ വെള്ളത്തിനടിയിലേക്കും വീടുകളിലേക്കടക്കം വെള്ളം കയറുന്ന ഒരു സാഹചര്യത്തിലേക്കും ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതിന് വേണ്ട നടപടികൾ ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്നും ആരംഭിച്ചിട്ടുണ്ട് എന്നും നമുക്ക് വിവരം ലഭിച്ചിട്ടുണ്ട്. നിലവിൽ ശക്തമായ മഴ എറണാകുളം ജില്ലയുടെ വിവിധ ഭാഗങ്ങളിലായി തുടരുകയാണ്. അമ്പിളി, രജിത്ത് പറഞ്ഞ പോലെ തന്നെ എറണാകുളം ജില്ലയുടെ രജിത്ത് ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെയാണെങ്കിൽ മഴ ഇപ്പോഴും തുടരുന്നു. പ്രധാനപ്പെട്ട പലയിടങ്ങളിലും വെള്ളക്കെട്ട് രൂക്ഷമാണ്. പല സ്ഥലങ്ങളിലും വെള്ളം കയറിയ സാഹചര്യമാണ്. പറഞ്ഞ പോലെ തന്നെ മഴ ആരംഭിച്ചതേ ഉള്ളൂ. ഒരു മഴ പെയ്തപ്പോഴേക്കും നഗരം മൊത്തം വെള്ളക്കെട്ടിലായ ഒരു സ്ഥിതിയാണ്. ഈ കൊച്ചി കോർപ്പറേഷനും അതുപോലെ തന്നെ ജില്ലാ ഭരണകൂടവും ഒക്കെ എങ്ങനെയാണ് മുന്നറിയിപ്പുകൾ ആളുകൾക്ക് നൽകുന്നത്, അല്ലെങ്കിൽ അവരുടെ ഭാഗത്തു നിന്നുള്ള ഒരു നടപടികളൊക്കെയാണ്? കൺട്രോൾ റൂം തുറന്നിട്ടുണ്ടോ? ഇപ്പോൾ രജിത്ത് പറയുകയുണ്ടായി ക്യാമ്പ് ഇതുവരെ തുറന്നിട്ടില്ല. കൺട്രോൾ റൂം അടക്കമുള്ള കാര്യങ്ങൾ എങ്ങനെയാണ് ഈ ഭരണകൂടവും അതുപോലെ തന്നെ കൊച്ചി കോർപ്പറേഷനൊക്കെ മുന്നോട്ട് പോകുന്നത്? ബ്രേക്ക് ത്രൂ പദ്ധതിയുടെ ഭാഗമായാണ് പ്രധാനമായും എറണാകുളം ജില്ലയിലെ നേരത്തെ മുതൽ തന്നെ വന്നിട്ടുള്ള ഈ വെള്ളക്കെട്ട് ഒഴിവാക്കുന്നതിനുള്ള നടപടികളുടെ ഭാഗമായി തന്നെ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പാക്കിക്കൊണ്ടിരുന്നത്. ആ പദ്ധതികളൊക്കെയും അന്ന് എനിക്ക് കൃത്യമായി പറയുകയാണെങ്കിൽ അല്പം ഈ മഴ ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ ഇതിന്റെ അവലോകന യോഗങ്ങൾ ചേർന്നിരുന്നു. എന്നാൽ ഈ അവലോകന യോഗങ്ങളിലൊക്കെയും എല്ലാം കൃത്യമായി തന്നെ നടക്കുന്നുണ്ട് എന്ന ഒരു റിപ്പോർട്ടാണ് ലഭിച്ചിരുന്നതെങ്കിൽ തന്നെയും കഴിഞ്ഞ ദിവസം മണിക്കൂറുകൾ മാത്രം പെയ്ത അല്ലെങ്കിൽ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്ന മഴയിൽ എറണാകുളം ജില്ലയിലെ പ്രധാനപ്പെട്ട ഭാഗങ്ങളൊക്കെയും അല്ലെങ്കിൽ നഗരത്തിന്റെ പ്രധാന ഭാഗങ്ങളിലൊക്കെയും തന്നെ വെള്ളക്കെട്ട് രൂപപ്പെടുന്ന സാഹചര്യത്തിലേക്ക് തന്നെ എത്തി നിൽക്കുകയാണ്. കഴിഞ്ഞ തവണ ഇത്ര കണ്ട് വലിയൊരു വെള്ളക്കെട്ട് രൂപപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. ബ്രേക്ക് ത്രൂ പദ്ധതി വളരെ കൃത്യമായി തന്നെ നടപ്പാക്കാൻ ജില്ലാ ഭരണകൂടത്തിന് അന്ന് കഴിഞ്ഞിരുന്നു എന്നത് തന്നെയാണ് അതിന്റെ പ്രധാന കാരണമായി പറയുന്നത്. ഇപ്പോൾ ആ പദ്ധതിയുടെ നടത്തിപ്പുമായി
ഇതുമായി ബന്ധപ്പെട്ട് ബ്രേക്ക് ത്രൂ പദ്ധതിയുടെ നടത്തിപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് എറണാകുളം ജില്ലയിലെ ജില്ലാ ഭരണകൂടത്തിനുണ്ടായ വീഴ്ച തന്നെയാണ് ഒരു പക്ഷേ വെള്ളക്കെട്ട് അതിരൂക്ഷമായി തന്നെ ആദ്യ മഴയിൽ തന്നെ ഉണ്ടാകുന്നതിനൊരു സാഹചര്യം. മഴ തുടരുന്നുണ്ട്, ശക്തമായി തന്നെ മഴ തുടരുന്ന ഒരു സാഹചര്യം നിലനിൽക്കുകയുമാണ്. ഒപ്പം ഈ പ്രദേശങ്ങളിലൊക്കെ പല സ്ഥലങ്ങളിലും PT ഉഷ റോഡടക്കം വിവിധ സ്ഥലങ്ങളിൽ ഓടകളുടെ നിർമ്മാണമടക്കം നടക്കുന്നുണ്ട്. അവ സമയബന്ധിതമായി പൂർത്തീകരിക്കാൻ ജില്ലാ ഭരണകൂടത്തിനോ നഗരസഭയ്ക്കോ കഴിയാത്തതാണ് ഒരുപക്ഷെ ഈ ഭാഗങ്ങളിലൊക്കെയും കൂടുതൽ വെള്ളക്കെട്ട് രൂപപ്പെടുന്നത്. ഈ ഭാഗങ്ങളിലൂടെ തന്നെ വേണം ഈ വെള്ളം ഒഴുകി പോകുന്നതിനുള്ള ഒരു സാഹചര്യം ഒരുക്കുവാൻ. എന്നാൽ അതിനുള്ള ഒരു സാഹചര്യം നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നതിനാൽ തന്നെ പല സ്ഥലങ്ങളിലും ഉണ്ടാകുന്നില്ല എന്ന് തന്നെയാണ് നാട്ടുകാർ ആരോപിക്കുന്നത്. നേരത്തെ പോലെ തന്നെ കഴിഞ്ഞ ഒരു വർഷത്തിനുള്ളിൽ അല്ലെങ്കിൽ കഴിഞ്ഞ തവണ വെള്ളക്കെട്ടിന് കൊച്ചിയിൽ ശമനമുണ്ടായെങ്കിൽ ഇത്തവണ വീണ്ടും അതേ രീതിയിൽ പഴയ രീതിയിൽ തന്നെ വെള്ളക്കെട്ട് രൂപപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയിരിക്കുന്നു. ബ്രേക്ക് ത്രൂ പദ്ധതിയുടെ പാളിച്ച തന്നെയാണ് ഒരുപക്ഷെ ഇതിൻ്റെ കാരണമായി പറയുന്നത്. കഴിഞ്ഞ തവണ ആ ബ്രേക്ക് ത്രൂ പദ്ധതി വേണ്ട രീതിയിൽ നടപ്പാക്കാൻ ജില്ലാ ഭരണകൂടത്തിന് കഴിഞ്ഞിരുന്നു എന്നും ആളുകൾ പറയുന്നുണ്ട്. അത്തരത്തിൽ നോക്കുകയാണെങ്കിൽ നിലവിൽ ഇപ്പോൾ മഴ നമുക്കറിയാവുന്ന പോലെ തന്നെ മഴ ശക്തമായി തന്നെ തുടരുന്ന സാഹചര്യം ഒരു പക്ഷേ കൂടുതൽ ബുദ്ധിമുട്ടിലേക്ക് ജനങ്ങളെ എത്തിക്കുന്ന ഒരു സാഹചര്യമായിരിക്കും. ഇനി താഴ്ന്ന പ്രദേശങ്ങളിലടക്കം വെള്ളം കയറുന്ന ഒരു സാഹചര്യം കൂടി ഏതാനും മണിക്കൂറുകൾക്കകം എറണാകുളം ജില്ലയിൽ രൂപപ്പെടാനുള്ള സാഹചര്യവും നിലനിൽക്കുകയാണ്. ആബിൽ, ശരി, എറണാകുളം ജില്ലയിൽ ശക്തമായ മഴ ഇപ്പോഴും തുടരുകയാണ്. നഗരത്തിന്റെ അടക്കമുള്ള പല പ്രധാനപ്പെട്ട മേഖലകളിലും വെള്ളക്കെട്ട് രൂക്ഷമാണ്. സംസ്ഥാനത്ത് അതിശക്തമായ മഴ തുടരുമെന്ന് തന്നെയാണ് മുന്നറിയിപ്പ്. എറണാകുളം മുതൽ വയനാട് വരെയുള്ള 7 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ്. മറ്റ് ജില്ലകളിലേക്ക് വന്നാൽ യെല്ലോ മുന്നറിയിപ്പ് നിലനിൽക്കുന്നു. തെക്കൻ കേരളത്തിന് മുകളിലായി നിലനിൽക്കുന്ന ചക്രവാത ചുഴിയുടെ സ്വാധീന ഫലമായാണ് അതിതീവ്ര മഴ തുടരുന്നത് എന്നാണ് പറയുന്നത്. മഴ മുന്നറിയിപ്പ് സംബന്ധിച്ച വിവരങ്ങളുമായി KB ശ്യാമപ്രസാദ് ചേരുന്നുണ്ട്. ശ്യാം, സംസ്ഥാനത്ത് മഴ തുടരും, എന്നാൽ അതിതീവ്ര മഴയ്ക്കൊരു ശമനമുണ്ടാകുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകുന്ന മുന്നറിയിപ്പ്. 7 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും മറ്റ് ജില്ലകളിൽ യെല്ലോ അലർട്ടുമാണ്. എങ്ങനെയൊക്കെയാണ് കാലാവസ്ഥാ വകുപ്പ് നിലവിൽ നൽകുന്ന ഒരു പ്രവചനം? ന്യൂനമർദ്ദം ശക്തി പ്രാപിക്കുന്നു എന്ന് പറയുകയും ചെയ്യുന്നു. അമ്പലി, സംസ്ഥാനത്ത് അതിശക്തമായ മഴയുടെ സാന്നിധ്യം തന്നെയാണ് വരും മണിക്കൂറുകളിൽ ഇനി ഉള്ളത്. പ്രധാനമായും സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലെല്ലാം തന്നെ വിവിധ മുന്നറിയിപ്പുകൾ ഈ ഒരു മണിക്കൂറുകളിൽ നിലനിൽക്കുന്നുണ്ട്. ഇന്ന് എറണാകുളം മുതൽ വയനാട് വരെയുള്ള ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും മറ്റ് ജില്ലകളിൽ യെല്ലോ മുന്നറിയിപ്പുമാണ് നിലനിൽക്കുന്നത്. എന്നാൽ ഈ മുന്നറിയിപ്പുകളിൽ എല്ലാം തന്നെ വരും മണിക്കൂറുകളിൽ മാറ്റമുണ്ടാകാനും സാധ്യതയുണ്ട്. പ്രധാനമായും ഇടുക്കി, ആലപ്പുഴ, പത്തനംതിട്ട ഇടങ്ങളിലെല്ലാം തന്നെ കൂടുതൽ തീവ്ര മഴയ്ക്കുള്ള ഒരു സാധ്യത കാലാവസ്ഥാ വകുപ്പിൻ്റെ പ്രവചനത്തിലുണ്ട്. അതിനാൽ തന്നെ ഇനി വരും മണിക്കൂറുകളിലെല്ലാം തന്നെ ഇത്തരത്തിൽ അലർട്ടുകളുടെ കാര്യത്തിൽ ഒരു സാധ്യത മറിയാനുള്ള ഒരു സാധ്യത കൂടി നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും തെക്കൻ കേരളത്തിൽ ഒരു ചക്രവാത ചുഴി നിലനിൽക്കുന്ന ഒരു സ്വാധീനമുണ്ട്. ആ ഒരു സ്വാധീന ഫലമായിട്ടാണ് ഇപ്പോൾ അതിതീവ്രമായ ഒരു മഴയുടെ സാന്നിധ്യം നിലവിൽ ഈ ഒരു തെക്കൻ കേരളത്തിലടക്കം നിലനിൽക്കുന്നത്. എന്തായാലും ഈ തെക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ടിരിക്കുന്ന ഒരു ന്യൂനമർദ്ദം രൂപപ്പെട്ടിട്ടുണ്ട്. ഈ സീസണിലെ ആദ്യ ന്യൂനമർദ്ദം കൂടിയാണ്. അതിനാൽ തന്നെ ഇത് അതിതീവ്ര ന്യൂനമർദ്ദമായി വരും മണിക്കൂറുകളിൽ മാറും. അങ്ങനെയാണെങ്കിൽ നാളെയോടുകൂടി തന്നെ കേരളത്തിലേക്ക് ആ ഒരു സാഹചര്യം എത്തുകയാണെങ്കിൽ ആ മഴയുടെ ശക്തി, കേരളത്തിലെ മഴയുടെ ശക്തി വളരെ താരതമ്യേന ദുർബലമാകുന്ന ഒരു സാഹചര്യത്തിലേക്ക് വരികയും ചെയ്യും. എന്തായാലും അതാണ് പ്രധാനമായും ഒരാശ്വാസമുള്ളത്. പ്രധാനമായും ഈ കേരളത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ, അല്ലെങ്കിൽ സംസ്ഥാനത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ കഴിഞ്ഞ ഒരു 5-6 ദിവസങ്ങളിലായി തുടർച്ചയായി പെയ്യുന്ന മഴയ്ക്ക് ഒരു നേരിയ ശമനമുണ്ടാകണമെങ്കിൽ നാളെയോടുകൂടി മാത്രമേ ഇത്തരത്തിൽ ഒരു സാധ്യമാകുകയുള്ളൂ. എന്നാൽ ഇന്നും വരും മണിക്കൂറുകളിലെല്ലാം തന്നെ അതിതീവ്ര മഴയ്ക്ക് തന്നെയാണ് സാധ്യത തന്നെയാണ് കാലാവസ്ഥാ വകുപ്പിൻ്റെ പ്രവചനം. ഒപ്പം തന്നെ ഈ തീരപ്രദേശം ഉള്ളവർക്ക് മുന്നറിയിപ്പും ജാഗ്രതാ നിർദ്ദേശം കൂടി ജില്ലാ ഭരണകൂടങ്ങൾ നൽകുന്നുണ്ട്. കടലേറ്റത്തിനും ഒപ്പം തന്നെ ഉയർന്ന തിരമാലയ്ക്കും സാധ്യതയുള്ളതിനാൽ ഇനിയൊരു അറിയിപ്പുണ്ടാകുന്നതുവരെ മീൻപിടുത്തം നടത്തരുതെന്നുള്ള മുന്നറിയിപ്പും തീരദേശ നിവാസികൾക്ക് നൽകിയിട്ടുണ്ട്. എന്തായാലും ഇത്തരത്തിലുള്ളൊരു ജാഗ്രതാ നിർദ്ദേശം മുന്നറിയിപ്പുകൾ പുറപ്പെടുവിക്കുന്നുണ്ടെങ്കിലും ജില്ലാ ഭരണകൂടങ്ങൾ കേന്ദ്രീകരിച്ച് കൂടുതൽ ഹെൽപ്പ് ഡെസ്കുകൾ തുറക്കുന്ന കാര്യത്തിലേക്ക് ഇനിയുള്ള ദിവസങ്ങളിലേക്ക് നീങ്ങാനുള്ള സാധ്യത കൂടിയുണ്ട്. അതിനാൽ തന്നെ ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി വിവിധ കേന്ദ്രങ്ങളിലെല്ലാം തന്നെ ബന്ധപ്പെട്ട ജില്ലാ ഭരണകൂട കേന്ദ്രങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള അവലോകന യോഗങ്ങളെല്ലാം തന്നെ ചേരുന്നുണ്ട്. എന്തായാലും തിരുവനന്തപുരം ജില്ലയെക്കുറിച്ച് പറയുകയാണെങ്കിൽ തലസ്ഥാന നഗരിയിൽ വെള്ളക്കെട്ടൊന്നും ഈ ഒരു മണിക്കൂറുകളിൽ മഴ മാറി നിൽക്കുന്ന സാഹചര്യമാണ്. എന്തായാലും അന്തരീക്ഷങ്ങൾ മഴമേഘങ്ങൾ ഇത്തരത്തിൽ ഇരുണ്ടുകൂടുന്ന ആണ് ഈ മണിക്കൂറുകളിലെല്ലാം തന്നെ ഏത് നിമിഷവും മഴ പെയ്യാവുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. എന്നാൽ വെള്ളക്കെട്ടുകളും മറ്റ് റിപ്പോർട്ടുകളൊന്നും തന്നെ അപകട സൂചനകളൊന്നും തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല ഈ മണിക്കൂറുകളിലൊന്നും തന്നെ. എന്തായാലും ഈ റൂറൽ മേഖലകളിൽ ചില ഒറ്റപ്പെട്ട ഇടങ്ങളിൽ വെള്ളം കയറിയൊഴിച്ചാൽ മറ്റ് കാര്യമായിട്ടുള്ള അനിഷ്ട സംഭവങ്ങളും മറ്റു കാര്യങ്ങളൊന്നും തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അമ്പിളി,
ശരി, ഇനി കോഴിക്കോട് ജില്ലയിൽ നിന്നും ലക്ഷ്മിപ്രിയ ചേരുന്നുണ്ട്. കോഴിക്കോട് ജില്ലയിൽ മഴയ്ക്കൊരു നേരിയ ശമനമുണ്ട്. ഇന്നലെ പെയ്ത മഴയിൽ താമരശ്ശേരിയിലും നാദാപുരത്തും മതിലിടിഞ്ഞു വീണു. കൂടാതെ പലയിടങ്ങളിലും വെള്ളക്കെട്ടും രൂപപ്പെട്ടിരുന്നു. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ വാർഡിലേക്ക് വെള്ളം കയറിയൊരു സാഹചര്യമുണ്ടായി. ലക്ഷ്മിപ്രിയ ചേരുന്നുണ്ട്. ലക്ഷ്മിപ്രിയ, വടക്കൻ കേരളത്തിൽ അതിശക്തമായ മഴ മുന്നറിയിപ്പാണ് ഇന്നുമുള്ളത്. പല ജില്ലകളിലും ഓറഞ്ച് അലേർട്ടാണ്. കോഴിക്കോട്ടേക്ക് വരികയാണെങ്കിൽ എന്താണ് അവസ്ഥ? പ്രത്യേകിച്ച് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ വാർഡിലേക്ക് അടക്കം വെള്ളം കയറിയ ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ മഴയ്ക്കൊരു ശമനമുണ്ടോ? നിലവിലെ ഒരു സാഹചര്യം എങ്ങനെയാണ്? ഇന്ന് രാവിലെ മുതൽ കോഴിക്കോട് ജില്ലയിൽ മഴയ്ക്ക് നേരിയ ശമനമാണ് മഴ കാണാൻ കഴിയുന്നത്. ഇന്നലെ വൈകുന്നേരത്തോടു കൂടി തന്നെ കോഴിക്കോട് അതിശക്തമായ മഴയായിരുന്നു. പുലർച്ചെ ഏകദേശം ഒരു 1 മണി വരെ ഈ മഴ തുടർന്നിരുന്നു. ഇതിനിടെയാണ് ഏകദേശം ഒരു പുലർച്ചയോടുകൂടിയാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ വാർഡുകളിലേക്ക് വെള്ളം കയറിയത്. അത് ഒരു അരമണിക്കൂർ 1 മണിക്കൂറിന് ശേഷം തന്നെ മെഡിക്കൽ കോളേജിൽ വെള്ളം കയറിയത് നീക്കം ചെയ്തിരുന്നു എന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. ഇന്നലെ രാത്രിയോടെ തന്നെ പലയിടങ്ങളിലും നഗരത്തിന്റെ പലയിടങ്ങളിലും വെള്ളക്കെട്ട് രൂപപ്പെട്ടിരുന്നു. എടുത്തു പറയേണ്ട ഒരു കാര്യം, താമരശ്ശേരി, നാദാപുരം പോലെയുള്ള സ്ഥലങ്ങളിൽ മതിലിടിഞ്ഞു വീഴുന്ന സാഹചര്യം വരെ ഉണ്ടായിരുന്നു. താമരശ്ശേരിയിൽ കാറിന് മുകളിലേക്കാണ് മതിലിടിഞ്ഞു വീണത്. ഇതുപോലെ പലയിടങ്ങളിലും വെള്ളക്കെട്ടുകളും രൂപപ്പെട്ടിട്ടുണ്ട്. ഇതേ തുടർന്ന് കോഴിക്കോട് ജില്ലയിൽ 4 ഇടങ്ങളിൽ കൺട്രോൾ റൂമുകളും തുറന്നിട്ടുണ്ട്. കോഴിക്കോട് ജില്ലയിൽ മഴയ്ക്ക് നേരിയ ശമനമുണ്ടെന്നാണ് ലക്ഷ്മിപ്രിയ പറയുന്നത്. ഇന്നലെ പെയ്ത മഴയിൽ പക്ഷേ താമരശ്ശേരിയിലും നാദാപുരത്തും മതിലിടിഞ്ഞ് വീഴുന്നൊരു സാഹചര്യമുണ്ടായി. കൂടാതെ നഗരത്തിന്റെ പലയിടങ്ങളിലും വെള്ളക്കെട്ടും രൂപപ്പെട്ടിരുന്നു. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ വാർഡിലേക്ക് വെള്ളം കയറിയിട്ടുണ്ട്. പക്ഷേ ജില്ലയിൽ 4 ഇടങ്ങളിലായി കൺട്രോൾ റൂമുകൾ തുറന്നിട്ടുമുണ്ട്. വിവരങ്ങൾ നൽകുകയായിരുന്നു ലക്ഷ്മിപ്രിയ. തൃശ്ശൂരിലേക്ക് വരികയാണെങ്കിൽ തൃശ്ശൂരിൽ ഇപ്പോഴും മഴ തുടരുകയാണ്. ശക്തമായ മഴയിൽ നഗരത്തിലെ വിവിധ ഇടങ്ങളിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടു. അശ്വിനി ഹോസ്പിറ്റലിൽ വെള്ളം കയറി. റെയിൽവേ സ്റ്റേഷൻ പാർക്കിങ്ങിലും വലിയ വെള്ളക്കെട്ടാണ് രൂപപ്പെട്ടത്. ജില്ലയിൽ ഓറഞ്ച് അലേർട്ടാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഹരീഷ് നാരായൺ ചേരുന്നുണ്ട്. ഹരീഷ്, തൃശ്ശൂരിൽ ഇപ്പോഴും മഴ തുടരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. തൃശ്ശൂരിലെ താഴ്ന്ന ഇടങ്ങളിലെല്ലാം വെള്ളക്കെട്ട് രൂക്ഷമാണ്. ഒപ്പം തന്നെ ഹോസ്പിറ്റലിൽ അടക്കം വെള്ളം കയറുന്ന ഒരു സാഹചര്യമുണ്ടായി. നിലവിൽ എന്താണ് അവസ്ഥ? ഇന്നലെ രാത്രി മുതലാണ് തൃശ്ശൂരിൽ കനത്ത മഴ ആരംഭിച്ചത്. ഒരു 5 മണി മുതൽ അർദ്ധരാത്രി വരെ കനത്ത മഴയായിരുന്നു. എന്നാൽ ഇന്ന് രാവിലെ മഴയ്ക്ക് ചെറിയ ശമനമുണ്ട് എന്നുള്ളതാണ്. പക്ഷേ കഴിഞ്ഞ ദിവസം പെയ്ത കനത്ത മഴയിൽ നഗരത്തിന്റെ വിവിധയിടങ്ങളിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടിട്ടുണ്ട്. വലിയ റോഡുകളിലെല്ലാം തന്നെ വലിയ രീതിയിൽ വെള്ളം കയറുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതുപോലെ കോർപ്പറേഷന്റെ 36-ാം ഡിവിഷനിൽ അശ്വിനി ആശുപത്രിക്ക് പിറകിലായി വീടുകളിലൊക്കെ തന്നെ വെള്ളം കയറിയിട്ടുണ്ട്. അശ്വിനി ആശുപത്രിയുടെ റിസപ്ഷനിലും അതുമായി ബന്ധപ്പെട്ട മുൻഭാഗത്തെ കെട്ടിടങ്ങളിലെല്ലാം തന്നെ വലിയ രീതിയിൽ വെള്ളം കയറുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഈ ആശുപത്രിയുടെ പുറകിലുള്ള വീടുകളിലേക്കും വെള്ളം കയറുന്ന ഒരു സാഹചര്യം. അതുപോലെ തന്നെ റെയിൽവേ സ്റ്റേഷന്റെ പാർക്കിംഗ് ഏരിയ, അതുപോലെ പൂങ്കുന്നം ഏരിയ, അതുപോലെ ശങ്കരൻകുളങ്ങരം ഭാഗങ്ങളിലെല്ലാം തന്നെ വലിയ രീതിയിലുള്ള വെള്ളക്കെട്ട് രൂപപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. മണിക്കൂറുകളോളം ഗതാഗതമൊക്കെ കഴിഞ്ഞ ദിവസം തടസ്സപ്പെടുന്ന സാഹചര്യങ്ങൾ, പല സ്ഥലങ്ങളിലും മരങ്ങൾ കടപുഴകി വീഴുന്ന ഒരു സാഹചര്യം ഒക്കെയായിരുന്നു തൃശ്ശൂരിൽ കഴിഞ്ഞ ദിവസം കനത്ത മഴയിലുണ്ടായത്. എന്നാൽ രാവിലെയോടെ മഴ നേരിയ തോതിൽ കുറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ചെറിയ ചാറ്റൽ മഴ മാത്രമാണ് തൃശ്ശൂരിൽ പെയ്യുന്നത്. പക്ഷെ കഴിഞ്ഞ ദിവസം പെയ്ത മഴയിലാണ് വലിയ രീതിയിലുള്ള ഒരു വെള്ളക്കെട്ടും അതുപോലെ തന്നെ ചെറിയ രീതിയിൽ നാശനഷ്ടങ്ങളെല്ലാം തന്നെ തൃശ്ശൂർ ഭാഗത്ത് ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതാണ്. എന്തായാലും നിലവിൽ ഓറഞ്ച് അലർട്ടാണ് ജില്ലയിൽ നിലനിൽക്കുന്നത്. തുടർന്നും ഇന്നും മഴ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട് എന്നാണ് പറയുന്നത്. മുൻകരുതലുകളെല്ലാം തന്നെ നേരത്തെ എടുത്തിട്ടുണ്ടെന്ന് ജില്ലാ ഭരണകൂടം നേരത്തെ അറിയിച്ചിരുന്നു. അതായത് തീരദേശ മേഖലയിലുള്ള ആളുകൾക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. മലയോര പ്രദേശങ്ങളിലും മണ്ണിടിച്ചിൽ സാധ്യതയുള്ള മേഖലകളിലും ഇത്തരത്തിൽ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. കൺട്രോൾ റൂമുകൾ അടക്കമുള്ള സംവിധാനങ്ങൾ, അതുപോലെ ദുരന്ത നിവാരണ സേനയുടെ സംവിധാനങ്ങളെല്ലാം തന്നെ ജില്ലയിൽ സജ്ജമാക്കിയിട്ടുണ്ടെന്ന് കഴിഞ്ഞ ദിവസം ജില്ലാ ഭരണകൂടം അറിയിച്ചിരുന്നു. അതുകൊണ്ട് ആശങ്കപ്പെടേണ്ട സാഹചര്യം ഇല്ല എന്നാണ് ജില്ലാ ഭരണകൂടം അറിയിച്ചിട്ടുള്ളത്. നിലവിൽ ചെറിയ രീതിയിലുള്ള മഴ തുടരുന്നുണ്ട്. കൂടുതൽ കഴിഞ്ഞ ദിവസം വെള്ളം കയറിയ സ്ഥലങ്ങളിലെല്ലാം ചെറിയ രീതിയിൽ വെള്ളം ഇറങ്ങി തുടങ്ങി എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും മഴ തുടരുകയാണെങ്കിൽ കൂടുതൽ വെള്ളക്കെട്ട് രൂപപ്പെടാനും അതുമായി ബന്ധപ്പെട്ട കൂടുതൽ സ്ഥലങ്ങളിലേക്ക് വെള്ളം കയറാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട് തൃശ്ശൂരിൽ.